പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലങ്ങൾ. പോർച്ചുഗീസുകാരുമായി കേരളത്തിനുണ്ടായ ബന്ധത്തിന്റെ ചില ഫലങ്ങൾ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ രംഗങ്ങളിൽ കാണാം. അവർ കേരളത്തിലുണ്ടായിരുന്ന 1.5 നൂറ്റാണ്ടുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയമായ അനൈക്യം പരിപൂർണമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഫലം. പോർച്ചുഗീസുകാർ വരുന്ന കാലത്ത് സാമൂതിരി തന്റെ ആധിപത്യത്തിൽ കേരളത്തെ രാഷ്ട്രീയമായി ഏകീകരിക്കാനുള്ള ധീരമായ ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. പോർച്ചുഗീസുകാരുടെ ആഗമനം ആ പരിശ്രമത്തെ പിന്നോക്കം തള്ളുകയും കേരളത്തിന്റെ ശൈഥില്യത്തെ ത്വരിപ്പിക്കുകയും ചെയ്തു. സാമൂതിരിയുടെ വികസിച്ചു വരുന്ന ശക്തിയെ തടഞ്ഞുകൊണ്ടും കൊച്ചി രാജാവിനെ പോർച്ചുഗീസ് രാജാവിന്റെ നിസ്സഹായനായ ഒരു സാമന്തൻ എന്ന നിലയിലേക്ക് താഴ്ത്തിക്കൊണ്ടും സ്വന്തം വാണിജ്യ താൽപ്പര്യങ്ങളുടെ ഭദ്രതയ്ക്കു വേണ്ടി ചെറുകിട നാടുവാഴികളെയും പ്രഭുക്കന്മാരെയും പണം കൊടുത്ത് പ്രീണിപ്പിക്കുക എന്നൊരു നയമായിരുന്നു പോർച്ചുഗീസ് ഗവർണർമാർ ബോധപൂർവം കൈക്കൊണ്ടത്. പ്രബലന്മാരായ രാജാക്കന്മാരെ ക്ഷയിപ്പിച്ച് ചെറുകിട നാടുവാഴികളുടെ ശക്തിയും പ്രതാപവും വളർത്തിയെടുക്കുക എന്നതായിരുന്നു പോർച്ചുഗീസ് നയത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. അങ്ങനെ പോർച്ചുഗീസ് സംരക്ഷണത്തിൽ വളർന്നു വന്ന ചെറുകിട ശക്തികളായിരുന്നു പുറക്കാടും പറവൂരും വെട്ടത്ത് നാടും. ഈ വിധം പോർച്ചുഗീസുകാർ നിരന്തരം ശ്രമിച്ച് വിപുലപ്പെടുത്തിയെടുത്ത രാഷ്ട്രീയമായ അനൈക്യമാണ് അതിനെ തുടർന്ന് ഈ നാട്ടിലുണ്ടായ രാഷ്ട്രീയ ശൂന്യതയ്ക്ക് കാരണമായത്. മൈസൂർ രാജാക്കന്മാരും പിന്നീട് ഇംഗ്ലീഷുകാരും കേരളത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വഴിതെളിച്ചതും ഇതേ അനൈക്യമാണ്. പോർച്ചുഗീസ് ബന്ധം വാണിജ്യരംഗത്ത് ചില മാറ്റങ്ങൾ വരുത്തി. കേരളം അറേബ്യയും ഈജിപ്തുമായി പുലർത്തിയിരുന്ന പുരാതനമായ വാണിജ്യബന്ധം പോർച്ചുഗീസുകാരുടെ കാലത്ത് അവസാനിച്ചു. അതേസമയം യൂറോപ്പുമായുള്ള പുതിയ വാണിജ്യം വളർന്നു വരികയാൽ കേരളത്തിലേക്ക് പുതിയ മാർഗങ്ങളിലൂടെ സമ്പത്ത് വന്നു ചേർന്നുകൊണ്ടിരുന്നു. യൂറോപ്പുമായി അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്ന വാണിജ്യം പാശ്ചാത്യ രാജ്യങ്ങളിലെ പരിഷ്കാര മാതൃകകളും സുഖഭോഗ സാധനങ്ങളും കേരളത്തിൽ പ്രചരിക്കാൻ ഇടയാക്കി. അലങ്കാരപ്രധാനമായ വാസ്തുശില്പവും പുതിയ രീതിയിലുള്ള ബംഗ്ലാവുകളുടെ നിർമ്മാണവും കേരളക്കരയിൽ തുടങ്ങിയത് പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസ് ആശയങ്ങളും ശൈലികളും കേരളത്തിലെ പള്ളികളുടെ നിർമ്മാണ ശില്പത്തെയും സ്വാധീനിച്ചു. യൂറോപ്യൻ യുദ്ധസങ്കേതങ്ങളും സമരായുധങ്ങളും പോർച്ചുഗീസുകാരിൽ നിന്നാണ് കേരളീയ രാജാക്കന്മാർ പകർത്തിയത്. യുദ്ധങ്ങളിൽ പീരങ്കിപ്പടയ്ക്കും കുതിരപ്പടയ്ക്കും വിശേഷ പ്രാധാന്യം കൈവന്നു. പോർച്ചുഗീസ് കാലത്ത് അനേകം പുതിയ നഗരങ്ങൾ ഉയർന്നു വരികയും പഴയവ പലതും ക്ഷയിക്കുകയും ചെയ്തു. അങ്ങനെ കോഴിക്കോടും കൊച്ചിയും ചാലിയവും പ്രാധാന്യം നേടി. സംരക്ഷണമില്ലായ്കയാൽ കൊല്ലവും കൊടുങ്ങല്ലൂരും ക്ഷീണിച്ചു. യൂറോപ്പിലെ ഏറ്റവും നല്ല നഗരങ്ങളോട് കിടപിടിക്കുന്നതായിരുന്നത്രേ അന്നത്തെ പോർച്ചുഗീസ് കൊച്ചി. കശുവണ്ടി, പുകയില, ആത്തിക്ക, പേരയ്ക്ക, പിറുത്തിച്ചക്ക, പപ്പയ്ക്ക തുടങ്ങി ഒട്ടേറെ പുതിയ കാർഷികോൽപ്പന്നങ്ങൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു. കുരുമുളക്, ഏലം, കറുവാപ്പട്ട, ഇഞ്ചി തുടങ്ങിയ കേരളോൽപ്പന്നങ്ങൾ നേരിട്ടയച്ച് അവയ്ക്ക് യൂറോപ്യൻ കമ്പോളങ്ങളിൽ പ്രചാരമുണ്ടാക്കിയതും പോർച്ചുഗീസുകാരാണ്. അവർ കുരുമുളകും ഇഞ്ചിയും വിപുലമായ തോതിൽ ശാസ്ത്രീയമായി കൃഷി ചെയ്യുകയും ആ സമ്പ്രദായം കേരളീയർ അനുകരിക്കുകയും ചെയ്തു. തെങ്ങുകൃഷിയിൽ ആദായകരമായ വ്യതിയാനം വരുത്തിയതും അവരായിരുന്നു. പോർച്ചുഗീസുകാരുടെ പ്രോത്സാഹനത്തിൽ ഗാർഹിക ആവശ്യത്തിന് മാത്രമല്ലാതെ വ്യാവസായിക അടിസ്ഥാനത്തിൽ തെങ്ങു കൃഷി പരിഷ്കരിക്കപ്പെട്ടു. മേൽത്തരം തെങ്ങിൻ തൈ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാർ വന്നതിനു ശേഷമാണ് കയർ കേരളത്തിന്റെ കയറ്റുമതിയിൽ പ്രധാനപ്പെട്ട ഒരിനമാകുന്നത്. പോർച്ചുഗീസ് ബന്ധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾക്ക് അന്നത്തെ കേരളീയ സമുദായം സാക്ഷ്യം വഹിച്ചു. കേരളത്തിലെ വിവിധ ജാതിമത വിഭാഗങ്ങളെ പ്രതികൂലമായോ അനുകൂലമായോ സ്പർശിച്ചതിനു പുറമെ ഈ മാറ്റങ്ങൾ പരമ്പരാഗത സാമൂഹിക ഘടനയെ കുറേയൊക്കെ താറുമാറാക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാർ നടപ്പാക്കിയ വെടിക്കോപ്പുകളും നൂതന യുദ്ധമുറകളും ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് നായന്മാരെയാണ്. പീരങ്കിപ്പടയ്ക്കും കുതിരപ്പടയ്ക്കും യുദ്ധരംഗത്ത് പ്രാമുഖ്യം വർദ്ധിച്ചതിനെ തുടർന്ന് വാളും പരിചയും ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിലുള്ള യുദ്ധമുറകൾ ശീലിച്ചു പോന്ന അവർക്ക് അവരുടെ തൊഴിലും തുടർന്ന് ജീവിതമാർഗവും നഷ്ടപ്പെട്ടു. അതേസമയം ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പുതിയതായി നിലവിൽ വന്ന സൈനിക വിഭാഗങ്ങളിൽ വർദ്ധിച്ച തോതിൽ നിയമനങ്ങൾ ലഭിച്ചു. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇക്കാലമത്രയും ആഭ്യന്തരവും വൈദേശികവുമായ വ്യാപാര രംഗങ്ങളിൽ പ്രാമുഖ്യം ഉണ്ടായിരുന്നല്ലോ. പോർച്ചുഗീസ് ആഗമനത്തോടെ ഈ സ്ഥിതിക്ക് മാറ്റം സംഭവിച്ചു. പോർച്ചുഗീസുകാർക്ക് നിക്ഷിപ്ത താൽപ്പര്യം ഉണ്ടായിരുന്ന ചരക്കുകളിൽ വ്യാപാരം നടത്തുന്നതിൽ നിന്ന് മുസ്ലിങ്ങൾ തടയപ്പെട്ടു. അതിനാൽ ചില അപ്രധാന ഇനങ്ങളിൽ മാത്രം ചില്ലറ വ്യാപാരം നടത്തുവാൻ അവർ നിർബന്ധിതരായി.
ഇത് മുസ്ലിം സമുദായത്തിന് സാമ്പത്തിക നഷ്ടം വരുത്തിവെച്ചു. കൂടാതെ ഹിന്ദുക്കളുടെ ഇടയിൽ അവശതയനുഭവിച്ചിരുന്ന അയിത്ത ജാതിക്കാർക്ക് പോർച്ചുഗീസ് ഭരണം ആകർഷകമായി തോന്നി. ചില സാമ്പത്തിക നേട്ടങ്ങൾക്കും പോർച്ചുഗീസ് ഭരണത്തിൻ കീഴിൽ ക്രിസ്ത്യാനികൾ അനുഭവിച്ചു പോന്ന പ്രത്യേക അവകാശങ്ങൾക്കും വേണ്ടി അവർ മതപരിവർത്തനം നടത്തി. ഇത് ഹിന്ദുക്കളുടെ ഇടയിൽ നിലനിന്നു പോന്ന ജാതി വ്യവസ്ഥയെ ഒന്നുലച്ചു. പോർച്ചുഗീസ് ബന്ധം കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രംഗങ്ങളിലും ചില ഫലങ്ങൾ ഉളവാക്കാതിരുന്നില്ല. ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് പരിശീലനം നൽകാൻ പോർച്ചുഗീസുകാർ കൊച്ചി, കൊടുങ്ങല്ലൂർ, അങ്കമാലി, വൈപ്പിൻ കോട്ട എന്നിവിടങ്ങളിൽ മതപഠനത്തിലുള്ള സെമിനാരികളും കലാശാലകളും സ്ഥാപിച്ചു. കേരളത്തിൽ കുറച്ചു പേർക്കെങ്കിലും ലത്തീൻ ഭാഷയിലും പോർച്ചുഗീസ് ഭാഷയിലും വിജ്ഞാനം ലഭിക്കാൻ ഈ സ്ഥാപനങ്ങൾ സഹായകമായി. കൊച്ചി രാജാവിനെ പോലുള്ള ചില കേരളീയ രാജാക്കന്മാർ പോലും പോർച്ചുഗീസ് ഭാഷയിൽ വൈദഗ്ധ്യം നേടിയിരുന്നതായി പറയപ്പെടുന്നു. പാശ്ചാത്യ പണ്ഡിതന്മാർ ഭാരതീയ വിഷയങ്ങളെ അധികരിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ആരംഭിക്കുന്നതും പോർച്ചുഗീസുകാരുടെ കാലത്താണ്. ഇന്ത്യയിലെ ഔഷധച്ചെടികളെക്കുറിച്ച് ഗ്യാഷ്യ ഡ ഓർത്ത രചിച്ച ഗ്രന്ഥം ആ വിഷയത്തിലുണ്ടായ ആദ്യകാല പഠനങ്ങളിൽ ഉൾപ്പെടുന്നു. സെൻ ഫ്രാൻസിസ് സേവിയർ ചോദ്യോത്തര പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഡുവാർത്തെ ബർബോസ, ഗാസ്പർ കൊറിയ തുടങ്ങിയ സൂക്ഷ്മദർശികൾ കേരളത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ നല്ല ഫലങ്ങളാണ്. പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ അച്ചടി നടപ്പാക്കിയതും. ജോവന്നീസ് ഗോൺസാൽവസ് എന്ന സ്പെയിൻകാരനായ ജസ്യൂട്ട് പുരോഹിതൻ പുസ്തകങ്ങൾ അച്ചടിക്കാൻ പ്രാദേശിക ഭാഷയിലെ അക്ഷരങ്ങൾ വെട്ടിയുണ്ടാക്കി. കൊച്ചിയിലും വൈപ്പിൻ കോട്ടയിലും പോർച്ചുഗീസുകാർ അച്ചടിശാലകൾ സ്ഥാപിച്ചു. കഥകളിയുടെ ക്രിസ്തീയ അനുകരണമെന്ന് പറയാവുന്ന ചവിട്ടുനാടകം ആവിർഭവിച്ചതും ഒരു ജനകീയ കലാരൂപമായി വികസിച്ചതും പോർച്ചുഗീസ് പുരോഹിതന്മാരുടെ പ്രോത്സാഹനത്തിലായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും പോർച്ചുഗലും ഇന്ത്യയും തമ്മിലുണ്ടായിരുന്ന ബന്ധം സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഫലങ്ങളെ സംബന്ധിച്ചിടത്തോളം ശൂന്യമാണ്. സംസ്കാര സമ്പന്നമായ ഒരു രാഷ്ട്രത്തിനും അഭിമാനിക്കത്തക്കതായി ആ ബന്ധത്തിൻ്റെ ചരിത്രത്തിൽ ഒന്നുമില്ല. പോർച്ചുഗീസ് കാലത്തെ മതചരിത്രം. പോർച്ചുഗീസ് കാലത്തെ കേരളത്തിൻ്റെ മതചരിത്രം സവിശേഷ താൽപ്പര്യം അർഹിക്കുന്നു. പോർച്ചുഗീസ് ഭരണത്തിൻ്റെ സ്വഭാവം മറ്റു മതങ്ങളോട് സങ്കുചിതമായ അസഹിഷ്ണുതയും അന്ധമായ സ്വമതാഭിനിവേശവും ഉൾക്കൊള്ളുന്നതാണെന്ന് നേരത്തെ പറയുകയുണ്ടായി. കത്തോലിക്ക മതത്തിൻ്റെ അന്ധ അനുയായികളായിരുന്നു പോർച്ചുഗീസുകാർ. അവർ തങ്ങൾക്ക് അധീനമാകുന്ന എല്ലാ രാജ്യങ്ങളിലും കത്തോലിക്ക മതം പ്രചരിപ്പിക്കുകയും പോപ്പിൻ്റെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുക സ്വന്തം കർത്തവ്യമായി കരുതി. പോർച്ചുഗീസുകാർ ആഫ്രിക്കയിലും ഇന്ത്യയിലും കണ്ടെത്തുന്ന എല്ലാ രാജ്യങ്ങളുടെയും പരിപൂർണാവകാശം പോർച്ചുഗീസ് രാജാവായ അൽഫോൺസോ അഞ്ചാമന് നൽകിക്കൊണ്ട് പോപ്പ് നിക്കോളസ് അഞ്ചാമൻ 1454 ജനുവരി 8 പുറപ്പെടുവിച്ച മുദ്രാലേഖനം 16-ാം നൂറ്റാണ്ടിൽ മതപരിവർത്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പോർച്ചുഗീസുകാർക്ക് ലഭിച്ച നിയമപരവും ധാർമ്മികമായും ചോദ്യം ചെയ്യാനാവാത്ത അധികാരപത്രത്തിന് തുല്യമായിരുന്നു. ഗോവയിൽ അവർ മതവിചാരണ ഇൻക്വിസിഷൻ ഏർപ്പെടുത്തുകയും പണ്ടെങ്ങും കേട്ടിട്ടില്ലാത്ത വിധം വലിയ തോതിൽ നിർബന്ധിത മതപരിവർത്തനത്തിലും മതപീഡനത്തിലും ജാഗരൂകരാകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് 16-ാം ശതകത്തിൽ ഗൗഡ സാരസ്വതർ ഗോവയിൽ നിന്ന് കേരളത്തിലേക്ക് പോന്നത്. കാലാന്തരത്തിൽ അവർ ചെറിയ സംഘങ്ങളായി കൊടുങ്ങല്ലൂർ, ചേന്നമംഗലം, കൊച്ചി, എറണാകുളം, ചേർത്തല, ആലപ്പുഴ, കായംകുളം തുടങ്ങിയ പട്ടണങ്ങളിൽ താമസമായി. കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ നിർദ്ദയമായ പീഡനത്തിന് ജൂതന്മാരും ഇടയായി. അതുകൊണ്ട് അവർ തങ്ങളുടെ പ്രാചീന സങ്കേതമായ കൊടുങ്ങല്ലൂർ 1565 കൈവെടിഞ്ഞ് പറവൂർ, ചേന്നമംഗലം, മാള, എറണാകുളം, കൊച്ചി എന്നീ സ്ഥലങ്ങളിൽ വാസമുറപ്പിച്ചു. പോർച്ചുഗീസുകാരുടെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും കൊച്ചി രാജാവ് അവർക്ക് സംരക്ഷണം നൽകി. എന്നാലും പോർച്ചുഗീസുകാർ കഴിവുള്ള എല്ലാ മാർഗങ്ങളിലും ജൂതന്മാരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. 1567 ആണ്ടോടടുപ്പിച്ച് മട്ടാഞ്ചേരിയിൽ നിർമ്മിച്ച വെള്ള ജൂതന്മാരുടെ പള്ളി പോർച്ചുഗീസുകാർ ഭാഗികമായി നശിപ്പിച്ചു. പോർച്ചുഗീസുകാരുടെ മാതൃഭൂമിയിൽ തന്നെ മുസ്ലിങ്ങൾ അവരുടെ പഴയ ശത്രുക്കളാകയാൽ അവർ കേരളത്തിലെ മുസ്ലിം സമുദായത്തോട് നിഷ്ഠൂരമായ മതപീഡനത്തിൻ്റെ നയമാണ് സ്വീകരിച്ചിരുന്നത്. അവർ മുസ്ലിങ്ങളെ വലിയ തോതിൽ ക്രിസ്തുമതത്തിൽ ചേർക്കുകയും മുസ്ലിം ദേവാലയങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ എത്ര വേണമെങ്കിലും കാണാം. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പോർച്ചുഗീസുകാർ ഹൈന്ദവ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മതവികാരങ്ങളെ സ്വാർത്ഥ താൽപ്പര്യം മുൻനിർത്തി ബഹുമാനിച്ചിരുന്നു. അവരുടെ പ്രീതിയും ആനുകൂല്യവും പോർച്ചുഗീസുകാർക്ക് ആവശ്യമായിരുന്നല്ലോ.
കൊച്ചിയിലെയും പുറക്കാട്ടെയും വെട്ടത്തുനാട്ടിലെയും മറ്റും രാജാക്കന്മാരെ ക്രിസ്തുമതത്തിൽ ചേർക്കാമെന്ന പ്രതീക്ഷ പോലും അവർക്കുണ്ടായിരുന്നു. ആ ശ്രമത്തിൽ അവർ വിജയിച്ചില്ല. പിൽക്കാലത്തെ പോർച്ചുഗീസ് ഗവർണർമാരിൽ ചിലർ വീണ്ടുവിചാരമില്ലാതെ ഹിന്ദുക്ഷേത്രങ്ങൾ ധ്വംസിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. കൊല്ലം ജില്ലയിലെ തേവലക്കര ക്ഷേത്രവും കൊച്ചിക്ക് സമീപമുള്ള പള്ളുരുത്തി ക്ഷേത്രവും അങ്ങനെ നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ രണ്ടെണ്ണമാണ്. കത്തോലിക്ക മതത്തിൽ ചേരാത്തവരെ ഉപദ്രവിക്കാനും കഴിയുന്നത്ര ആളുകളെ മതപരിവർത്തനം ചെയ്യിക്കാനും കരുതിക്കുട്ടിയുള്ള മതനയമായിരുന്നു പോർച്ചുഗീസുകാരുടേത്. ഹൈന്ദവേതരിൽ നിന്ന് ക്രിസ്തുമതത്തിൽ ചേർന്നവർക്ക് പോർച്ചുഗീസ് പൗരന്മാർക്കുള്ള വിശേഷാധികാരങ്ങളും ആനുകൂല്യങ്ങളും അവർ അനുവദിച്ചിരുന്നു. കേരളത്തിലെ ക്രൈസ്തവ സഭയെ ലത്തീൻ സഭയാക്കാനുള്ള ശ്രമം. കേരളത്തിലെ ക്രൈസ്തവ സഭയോടും അതിൻ്റെ അനുയായികളോടും ഉദാരമായ ഒരു സഹിഷ്ണുതാ നയമാണ് പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. നേരെ മറിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികളോടുള്ള പെരുമാറ്റത്തിൽ പോലും അവർ കൈക്കൊണ്ടത് മതാന്ത്യത്തിൻ്റെ സങ്കുചിത മനോഭാവമായിരുന്നു. കേരളത്തിലെ സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ സുറിയാനി ഭാഷയിലെ പ്രാർത്ഥനാക്രമമാണ് സ്വീകരിച്ചിരുന്നത്. സുറിയാനി ഭാഷ ഏതാണ്ടൊരു അഭിശാപം പോലെയായിരുന്നു പോർച്ചുഗീസുകാർക്ക്. കേരള ക്രൈസ്തവ സഭയിൽ ബാബിലോണിലെ പാത്രിയാർക്കിനുണ്ടായിരുന്ന അധികാരത്തിന് പകരം റോമിലെ പോപ്പിന്റെ ആധിപത്യം സ്ഥാപിക്കുകയും സുറിയാനി പ്രാർത്ഥനയുടെ സ്ഥാനത്ത് റോമൻ കത്തോലിക്ക മതത്തിന്റെ ലത്തീൻ പ്രാർത്ഥന ഏർപ്പെടുത്തുകയും ചെയ്യുക തങ്ങളുടെ കർത്തവ്യമാണെന്ന് അവർ വിശ്വസിച്ചു. ലത്തീൻ പ്രാർത്ഥനാക്രമം പ്രചരിപ്പിക്കാനുള്ള സജീവ പ്രവർത്തനത്തിൽ അവർ മുഴുകി. അവർ ലത്തീൻ പൂജാവിധി അനുസരിച്ചാണ് ദൗത്യം പ്രചരിപ്പിച്ചതും ജ്ഞാനസ്നാനാദി വിശുദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിച്ചതും. പള്ളികളും സന്യാസാശ്രമങ്ങളും സെമിനാരികളും സ്ഥാപിക്കപ്പെട്ടു. 1541 കൊടുങ്ങല്ലൂർ സ്ഥാപിച്ച സെമിനാരിയിൽ സുറിയാനി യുവാക്കന്മാർക്ക് ലത്തീൻ പൗരോഹിത്യത്തിൽ പരിശീലനം നൽകി. കൊച്ചിയിൽ സ്ഥാപിതമായ ജസ്യൂട്ട് കലാശാല ഏറെ നാളുകൾ കഴിയുന്നതിനു മുൻപ് പ്രസിദ്ധമായ ഒരു ലത്തീൻ കേന്ദ്രമായി വികസിച്ചു. ക്രിസ്ത്യൻ യുവാക്കന്മാർക്ക് സുറിയാനി ഭാഷയിൽ അഭ്യസനം നൽകാൻ ചേന്നമംഗലത്തിനടുത്ത് വൈപ്പിൻ കോട്ടയിൽ പ്രസിദ്ധമായ ഒരു സെമിനാരി നിർമ്മിക്കപ്പെട്ടു. പ്രാദേശിക ക്രൈസ്തവ സമുദായത്തിന്റെ മതവികാരങ്ങളോട് കാട്ടിയ ഒരു സൗജന്യ ബുദ്ധിയായിരുന്നു ഇത്. നേരത്തെ സുറിയാനി സഭയിലായിരുന്ന ലത്തീൻ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കളിൽ നിന്നും മതം മാറി വന്നവർക്കും വേണ്ടി 1557 കൊച്ചി രൂപത സ്ഥാപിക്കപ്പെട്ടു. ഇക്കാലത്ത് കീർത്തിപ്പെട്ട ജസ്യൂട്ട് പുരോഹിതനായ സെന്റ് ഫ്രാൻസിസ് സേവിയർ തെക്കൻ തിരുവിതാംകൂറിൽ ക്രിസ്തുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. ചേർത്തല പോലുള്ള കേരളത്തിന്റെ തീരദേശങ്ങളിൽ മറ്റ് ജസ്യൂട്ട് പുരോഹിതന്മാരും ഇതേ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഈ പുരോഹിതന്മാരുടെ പരിശ്രമത്തിന്റെ ഫലമായി പുതുതായി ലത്തീൻ സഭയിലേക്ക് വന്നവരും കൊച്ചി രൂപതയുടെ ഭരണത്തിൻ കീഴിലായിരുന്നു. ഉദയംപേരൂർ സുന്നഹദോസ് 1599. പോർച്ചുഗീസ് കാലത്ത് കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് 1599 ജൂൺ മാസത്തിൽ സമ്മേളിച്ച ഉദയംപേരൂർ സുന്നഹദോസ്. നെസ്റ്റോറിയൻ മിഥ്യാവാദത്തെ ഉന്മൂലനം ചെയ്യുകയും കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ റോമൻ സഭയുടെ ആധിപത്യത്തിൽ കൊണ്ടുവരികയുമായിരുന്നു സുന്നഹദോസിന്റെ ലക്ഷ്യങ്ങൾ. ഗോവയിലെ ആർച്ച് ബിഷപ്പായ അലക്സിസ് ഡി മെനസസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സുന്നഹദോസിൽ 813 പ്രതിനിധികൾ പങ്കെടുത്തു. അവരിൽ 133 പേർ കത്തനാർമാരും 20 പേർ ഡീക്കന്മാരും 660 പേർ ഓരോ ഇടവകയെയും പ്രതിനിധീകരിച്ചു വന്ന സാധാരണക്കാരുമായിരുന്നു. സുന്നഹദോസ് സുറിയാനി ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് അനാശാസ്യമായ ഭാഗങ്ങൾ എടുത്തുമാറ്റി. ദൈവവിരുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിച്ചു കളഞ്ഞു. സുറിയാനി കുർബാന ലത്തീൻ കുർബാനയ്ക്ക് അനുസൃതമായി ഭേദപ്പെടുത്തപ്പെട്ടു. സുന്നഹദോസ് കേരളീയ ക്രൈസ്തവ സഭയ്ക്ക് ബാബിലോണിലെ പത്രിയാർക്കുമായുണ്ടായിരുന്ന സുദീർഘമായ ബന്ധം വിച്ഛേദിച്ച് പകരം റോം ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന പോപ്പിന്റെ ആധിപത്യം സ്ഥാപിച്ചു. ലത്തീൻ മാർഗം സ്വീകരിച്ചവർ കൊച്ചി രൂപതയിലും സുറിയാനി മാർഗത്തിൽ തന്നെ ഉറച്ചുനിന്നവർ അങ്കമാലിയിലെ പഴയ സുറിയാനി രൂപതയിലും ഉൾപ്പെട്ടു. സുന്നഹദോസിന് ശേഷം ആർച്ച് ബിഷപ്പ് മെനസസ് 5 ജസ്യൂട്ട് പുരോഹിതന്മാരോടുകൂടി കൊല്ലം വരെയുള്ള പ്രധാനപ്പെട്ട പള്ളികൾ സന്ദർശിച്ച ശേഷം 1599 നവംബറിൽ ഗോവയിലേക്ക് തിരിച്ചുപോയി. കൂനൻകുരിശ് കലാപം 1653. ഉദയംപേരൂർ സുന്നഹദോസിന്റെ വിജയം നീണ്ടുനിന്നില്ല. ഏറെ നാൾ കഴിയും മുൻപ് സുറിയാനി ക്രിസ്ത്യാനികളും പോർച്ചുഗീസ് അധികൃതരും തമ്മിൽ രൂക്ഷമായ ഒരു വഴക്ക് ആരംഭിച്ചു. പോപ്പ് നൽകിയ അധികാരം പേഡ്രോഡോ
ഉപയോഗിച്ച് പോർച്ചുഗീസ് രാജാവ് അങ്കമാലി രൂപതയിലേക്ക് യൂറോപ്യന്മാരായ ലത്തീൻ ബിഷപ്പുമാരെ നിയമിക്കുന്നതിൽ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് എതിർപ്പുണ്ടായി. ഉദയംപേരൂർ സുന്നഹദോസിന്റെ സമ്മർദ്ദത്താൽ അവർ പോപ്പിന്റെ ആധിപത്യം അംഗീകരിക്കാൻ നേരത്തെ നിർബന്ധിതരാവുകയുണ്ടായെങ്കിലും ഈ എതിർപ്പിന്റെ ശക്തി കുറഞ്ഞില്ല. അവർക്ക് സ്വന്തം മാർഗത്തിലുള്ള ഒരു ബിഷപ്പ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമായി. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അഭ്യർത്ഥനയനുസരിച്ച് ബാബിലോണിലെ യാക്കോബായ പാത്രിയാർക്ക് കേരളത്തിലേക്ക് അഹറ്റല്ല എന്ന ഒരു സുറിയാനി ബിഷപ്പിനെ അയച്ചുകൊടുത്തു. അദ്ദേഹത്തെ പോർച്ചുഗീസുകാർ മൈലാപ്പൂരിൽ തടഞ്ഞുവെച്ചു. ഈ വാർത്ത സുറിയാനി കേന്ദ്രങ്ങളെ ക്ഷുബ്ധരാക്കി. സുറിയാനി ക്രിസ്ത്യാനികൾ സംഘം ചേർന്ന് പോർച്ചുഗീസ് കൊച്ചിയുടെ പ്രവേശന ദ്വാരങ്ങൾ തകർത്തു. പോർച്ചുഗീസ് അധികൃതർ അഹറ്റല്ലയെ മുക്കിക്കൊല്ലുകയുണ്ടായെന്ന് ഒരു ശ്രുതിയും പരന്നു. പ്രക്ഷുബ്ധരായ സുറിയാനി ക്രിസ്ത്യാനികൾ ആയിരക്കണക്കിന് മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിന്റെ മുൻപിൽ തടിച്ചുകൂടി. അവർ ആ കുരിശിൽ ഒരു നീണ്ട വടം കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് ലത്തീൻ ആർച്ച് ബിഷപ്പുമാരെയും ജസ്യൂട്ട് പുരോഹിതന്മാരെയും ഒരിക്കലും അനുസരിക്കുകയില്ലെന്ന് ശപഥം ചെയ്തു. ഈ സംഭവം കൂനൻ കുരിശിലെ പ്രതിജ്ഞ എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. സുറിയാനി ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് ആലങ്ങാട്ടേക്ക് പോയി. അവിടെ അവരുടെ ആർച്ച് ഡീക്കനായ തോമസിനെ മെത്രാപ്പൊലീത്തയായി അഭിഷേകം ചെയ്തു. ഈ സംഭവം കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ഒരു പരിവർത്തന ബിന്ദുവാണ്. ഇതിന്റെ ഫലമായി റോമ സുറിയാനികളെന്നും യാക്കോബായ സുറിയാനികളെന്നും വ്യക്തമായ രണ്ട് വിഭാഗങ്ങൾ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായി. ആദ്യത്തെ വിഭാഗം റോമാ സഭയെ ആദരിക്കുന്നവരും രണ്ടാമത്തേത് പോപ്പിന്റെ അധികാരത്തെ പരിത്യജിക്കുന്നവരുമാണ്. ഇവർ യഥാക്രമം പഴയ കൂറ്റുകാരെന്നും പുത്തൻ കൂറ്റുകാരെന്നും അറിയപ്പെടുന്നു. കേരളത്തിലെങ്ങുമുള്ള സുറിയാനി ക്രിസ്ത്യാനികളുടെ സഭാഘടനയെ സംബന്ധിച്ചിടത്തോളം കൂനൻകുരിശ് കലാപത്തിന് വമ്പിച്ച പ്രത്യാഘാതമുണ്ടാക്കാൻ കഴിഞ്ഞു. 2 ലക്ഷത്തോളം വരുന്ന സുറിയാനി ക്രിസ്ത്യാനികളിൽ 400 പേർ മാത്രമേ ലത്തീൻ ആർച്ച് ബിഷപ്പിന്റെ വൈദികാധിപത്യം അംഗീകരിക്കുന്നവരായുള്ളൂ. സുറിയാനികൾ ആർച്ച് ഡീക്കനെ തങ്ങളുടെ ഒരേയൊരു ആർച്ച് ബിഷപ്പായി പരിഗണിക്കുകയും അദ്ദേഹത്തിന്റെ കീഴിൽ സുറിയാനി മാർഗത്തിലുള്ള ആരാധനകളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ സഭയെ ലത്തീൻ സഭയാക്കാനുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമം ഭാഗികമായി മാത്രമേ വിജയിച്ചുള്ളൂ. ഭക്തിമാർഗത്തിന്റെ പുനരാവിർഭാവം. പോർച്ചുഗീസ് കാലത്ത് കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് പുനരുജ്ജീവനം ഉണ്ടായി. രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ സവിശേഷ സാഹചര്യങ്ങൾ ഹിന്ദുക്കൾക്കിടയിൽ മാനസികവും മതപരവുമായ ഒരു ചലനം സൃഷ്ടിക്കുകയും അത് ഭക്തിവാദത്തിന്റെ സാർവജനീനമായ പ്രചാരത്തിന് വഴിതെളിക്കുകയും ചെയ്തു. രാഷ്ട്രീയ ആക്രമണത്തിന്റെയും സാമൂഹിക ജീർണതയുടെയും സാമ്പത്തിക തകർച്ചയുടെയും ഒരു ഘട്ടമായിരുന്നു പോർച്ചുഗീസ് കാലം. നാടുവാഴികൾ അറുതിയില്ലാത്ത പരസ്പര മത്സരങ്ങളിലും സ്വന്തം സഹോദരന്മാരെ നശിപ്പിക്കാൻ വിദേശ ശക്തികളുമായുള്ള ഉപജാപങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരുന്നു. നാട്ടുകാരെ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കിയും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ദേവാലയങ്ങൾ തകർത്തും പോർച്ചുഗീസുകാർ ചെയ്ത പൈശാചിക പ്രവൃത്തികൾ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ സമുൽക്കടമായ ഒരു അസ്വാസ്ഥ്യം സൃഷ്ടിച്ചു. പോർച്ചുഗീസുകാർ കോഴയും പാരിതോഷികവും കൊടുത്ത് കേരളത്തിലെ ഭരണാധിപന്മാരെയും അവരുടെ ഉദ്യോഗസ്ഥന്മാരെയും പാട്ടിലാക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി ജനങ്ങളിൽ ഏത് തരക്കാർക്കിടയിലും അങ്ങേയറ്റത്തെ ധാർമ്മികാധപതനം വളർന്നു വന്നു. അന്നത്തെ ധാർമ്മിക ക്ഷയത്തെക്കുറിച്ച് സെന്റ് ഫ്രാൻസിസ് സേവിയർ ഇങ്ങനെ പറയുന്നു: കവർച്ച പരസ്യവും സർവ്വസാധാരണവുമായിരിക്കുന്നു. അതാരുടെയും സ്വഭാവത്തിന് ഹാനി ചേർക്കുന്നില്ല, തെറ്റായി കരുതുന്നുമില്ല. പരമാവധി ദുഷിച്ച ജന്മിത്വവും ദേവദാസി സമ്പ്രദായവും ജനങ്ങളുടെ സദാചാര ഭ്രംശത്തെ പൂർണ്ണമാക്കി. പുതുതായി പ്രചരിച്ച വെടിക്കോപ്പുകളും നൂതനമായ മറ്റ് യുദ്ധായുധങ്ങളും കണ്ട് സംഭീതരായ സാമാന്യ ജനങ്ങൾ മനസ്സാസ്വസ്ഥ്യവും ആത്മശാന്തിയും കൊതിച്ചു. വമ്പിച്ച സാമ്പത്തിക തകർച്ചയും ആളുകളെ നിസ്സഹായരാക്കി തീരുന്നു. നിസ്സഹായരാക്കിയിരുന്നു. വിദേശവർഗക്കാർ വാണിജ്യത്തിന്റെ കുത്തകക്കാരായതോടെ ഇന്ത്യക്ക് ദൂര രാജ്യങ്ങളുമായി നേരിട്ടുണ്ടായിരുന്ന വ്യാപാരം തകർന്ന് സമ്പത്തെല്ലാം യൂറോപ്പിലേക്ക് നിർഗമിച്ചു. കുരുമുളകിന്റെ വിലയും സാരമായി ഇടിഞ്ഞു. ഈ സാമ്പത്തിക തകർച്ച സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. താണജാതിക്കാർ അന്ന് അനുഭവിച്ചുകൊണ്ടിരുന്ന ദാരിദ്ര്യത്തെക്കുറിച്ച് അക്കാലത്തെ സാഹിത്യകൃതികളിൽ ധാരാളം പരാമർശങ്ങൾ കാണാം.
ഈ പരിതസ്ഥിതിയിൽ മരവിച്ചുപോയ സ്വന്തം ജീവിതം അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകുന്നതിൽ മടുപ്പു തോന്നിയ സാധാരണ ജനങ്ങൾ ആശയുടെയും ആശ്വാസത്തിന്റെയും ഒരു സന്ദേശത്തിനു വേണ്ടി തിടുക്കം കൊണ്ടു. പരമമായ മോക്ഷോപായം എന്ന നിലയിൽ ഭക്തിയോഗത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പുതിയ നേതാക്കന്മാർ ആ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. അവരിൽ കവിത്വശക്തിയുള്ളവർ ഭക്തിഭാവത്തിന് സർവോത്കർഷം നൽകുന്ന കാവ്യങ്ങൾ രചിച്ചു. അങ്ങനെ വൈഷ്ണവാവതാരങ്ങളായ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും പ്രകീർത്തിച്ച് അനുഭൂതിമധുരമായ ഭക്തിഗാനങ്ങൾ ആലപിച്ച കവികളിൽ അഗ്രേസൻ, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്ദേഹത്തിന്റെ അധ്യാത്മരാമായണം, മഹാഭാരതം, ഹരിനാമ കീർത്തനം മുതലായ കൃതികൾ കൊണ്ട് കേരളത്തിലെ ജനസാമാന്യത്തെ ഭക്തിമാർഗത്തിലൂടെ ആത്മോത്കർഷത്തിലേക്ക് നയിച്ചു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ കാവ്യം ആധ്യാത്മരാമായണമാണ്. അത് തമിഴിൽ കമ്പർക്കും ഹിന്ദിയിൽ തുളസീദാസനുമുള്ള സ്ഥാനം മലയാളത്തിൽ എഴുത്തച്ഛനും സമ്പാദിച്ചു കൊടുത്തു. 16-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛനെ കൂടാതെ മറ്റ് 2 മഹാകവികളെയും ഭക്തിപ്രസ്ഥാനം കേരളത്തിന് കാഴ്ചവെച്ചു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും 1560-1646, പൂന്താനം നമ്പൂതിരിയും 1547-1640 ആണ് ആ 2 പേർ. ഭട്ടതിരി വാതരോഗ ശമനത്തിനു വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനം പാർത്ത കാലത്താണ് സംസ്കൃതത്തിൽ സുപ്രസിദ്ധമായ നാരായണീയം എഴുതിയത്. 100 ദിവസം കൊണ്ട് കാവ്യരചന പൂർത്തിയായെന്നാണ് ഐതിഹ്യം. ഭാഗവത പുരാണത്തെ ആസ്പദമാക്കി രചിച്ച 1036 ശ്ലോകങ്ങളടങ്ങുന്ന നാരായണീയം കലാസുന്ദരവും ഭാവനിർഭരവുമായ ഉത്തമ ഭക്തികാവ്യമാണ്. ഭക്തിയോഗത്തിന്റെ സാരസർവസ്വം ഉൾക്കൊള്ളുമാറ് ശ്രീ ഗുരുവായൂരപ്പനെ അഭിസംബോധന ചെയ്തുകൊണ്ടെഴുതിയ ഈ അർച്ചനാ കാവ്യം കൃഷ്ണഭക്തന്മാർക്കിടയിൽ പ്രചുരപ്രചാരം ആർജിച്ചിട്ടുണ്ട്. പൂന്താനം നമ്പൂതിരിയും ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പാനയും ശ്രീകൃഷ്ണ കർണാമൃതവും സന്താനഗോപാലവും ഭക്തി ഭാവത്തിന്റെ ഉദാത്തമായ കാവ്യാവിഷ്കാരങ്ങളാണ്. ഹിന്ദിയിൽ സൂർദാസിനുള്ള സ്ഥാനമാണ് മലയാളത്തിൽ പൂന്താനത്തിൻ്റേത്. മേൽപ്പത്തൂർ സംസ്കൃതത്തിൽ അഗാധ പണ്ഡിതനായിരുന്നപ്പോൾ വാസനാനുഗ്രഹീതനായ മലയാള കവിയായിരുന്നു പൂന്താനം. പൂന്താനത്തിന്റെ സന്താനഗോപാലം വായിച്ചു കേൾക്കാൻ ഭട്ടതിരി വിസമ്മതിച്ചതായും അന്ന് രാത്രി ശ്രീകൃഷ്ണൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മേൽപ്പത്തൂറിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് തനിക്കിഷ്ടമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായും മറ്റുമുള്ള കഥ ഇന്നും ഗുരുവായൂർ ഭക്തന്മാർ പറയാറുണ്ട്. കൃഷ്ണാരാധനത്തിന്റെ കേന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രം പ്രസിദ്ധമായത് പോർച്ചുഗീസുകാരുടെ കാലത്തായിരുന്നു. കേരളത്തിലെ ചില രാജാക്കന്മാർ ഭക്തിപ്രസ്ഥാനത്തിന് നൽകിയ പ്രോത്സാഹനത്തെക്കുറിച്ചും ഇവിടെ പറയേണ്ടതുണ്ട്. അവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മാനവേദൻ സാമൂതിരി 1655-58 ആണ്. വിഷ്ണുവിന്റെ മഹാഭക്തനായിരുന്ന അദ്ദേഹം മേൽപ്പത്തൂരുമൊത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കഴിച്ചുകൂട്ടിയത്. ജയദേവ രചിതമായ ഗീതാഗോവിന്ദത്തിന്റെ മാതൃകയിൽ അദ്ദേഹം 8 സർഗത്തിൽ എഴുതിയ കൃഷ്ണഗാഥയാണ് കൃഷ്ണഗീതി. സംഗീതമധുരമാണ് ഭക്തിപ്രധാനമായ ആ ഗാനകാവ്യം. ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മറ്റൊരു രാജാവാണ് ചെമ്പകശ്ശേരിയിലെ പൂരാടം തിരുനാൾ ദേവനാരായണൻ. അദ്ദേഹം 1566 ജനിച്ച് 1622 മരിച്ചു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചത് ഈ രാജാവാണ്. ക്രമേണ ആ ക്ഷേത്രം ദക്ഷിണ കേരളത്തിലെ ഗുരുവായൂർ എന്ന് പ്രസിദ്ധമായി. ഈ 2 രാജാക്കന്മാരും മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ പുരസ്കർത്താക്കളായിരുന്നു. ഗുരുവായൂരെയും അമ്പലപ്പുഴയിലെയും ക്ഷേത്രങ്ങളെക്കുറിച്ച് പ്രചരിച്ചിട്ടുള്ള പല ഐതിഹ്യങ്ങളിലും കഥാപാത്രമായിട്ടുള്ള വില്വമംഗലത്ത് സ്വാമിയാർ ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. മേൽപ്പറഞ്ഞ 2 രാജാക്കന്മാരും ഇദ്ദേഹത്തിന്റെ ആരാധകന്മാരായിരുന്നു. അധ്യാത്മസിദ്ധിയാൽ മഹാവിഷ്ണുവിന്റെ പ്രത്യക്ഷ ദർശനം എല്ലായ്പ്പോഴും ലഭിക്കുമായിരുന്ന പരമഭാഗവതൻ എന്നാണ് സ്വാമിയാരെ കുറിച്ച് പറയുന്നത്. വിഷ്ണുവിന്റെ നേരിട്ടുള്ള ദർശനം ലഭിക്കാൻ അദ്ദേഹം മാനവിക്രമനെയും ദേവനാരായണനെയും സഹായിച്ചിട്ടുണ്ടെന്നാണ് കേൾവി. അങ്ങനെ ഒരിക്കൽ ലഭിച്ച ദർശനത്തിന്റെ ഫലമായിട്ടാണത്രേ സാമൂതിരി കൃഷ്ണഗീതി രചിച്ചതും ദേവനാരായണൻ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചതും. കൃഷ്ണ കർണാമൃതത്തിന്റെ കർത്താവായ ലീലാശുഗൻ അഥവാ ആദ്യത്തെ വില്വമംഗലം ഇദ്ദേഹമല്ലെന്ന കാര്യവും ഇവിടെ പ്രസ്താവിച്ചു കൊള്ളുന്നു. അതിന് 3 നൂറ്റാണ്ട് മുൻപാണ് കൃഷ്ണ കർണാമൃതത്തിന്റെ കർത്താവ് ജീവിച്ചിരുന്നത്. ഇങ്ങനെ ഭക്തിപ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു ഘട്ടമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പോർച്ചുഗീസുകാരുടെ കാലം.